സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് ദേശമംഗലം തലശ്ശേരി ALP സ്കൂളിൽ അറബി ഭാഷാ ദിനം സംഘടിപ്പിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ഇബ്രാഹിം പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും ഡിസംബർ 18 അറബി ഭാഷാ ദിനമായി ആചരിച്ചിരിക്കുന്നത്. പക്ഷെ അറബി ഭാഷയും കേരളീയർ അല്ലെങ്കിൽ മലയാളികൾ തമ്മിൽ വല്ലാത്തൊരു വ്യക്തിബന്ധം വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം പണ്ട് കാലങ്ങളിൽ കച്ചവട ആവശ്യത്തിനും വാണിജ്യാവശ്യത്തിനും വേണ്ടി അറബികൾ നമ്മുടെ നാട്ടിലേക്ക് വരികയും അവരിവിടെ കച്ചവടം ചെയ്യുകയും അന്നു മുതൽ നമ്മൾ ഈ ഒരു ഭാഷയായി വല്ലാതൊരു വ്യക്തിബന്ധം വെച്ച് പുലർത്തി വരുന്നുണ്ട്. പിന്നീട് നമ്മളെല്ലാവരും പഠിച്ച് ഒരു ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ജോലിക്ക് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഉള്ള ഒരു തൊഴിലവസരങ്ങൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മളുടെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ജ്യേഷ്ഠനുജന്മാർ മാതാപിതാക്കളൊക്കെ നമുക്കെല്ലാവരും അറിയാം, അവരൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ വിദേശത്ത് അതല്ലെങ്കിൽ GCC അറബ് രാഷ്ട്രങ്ങളിൽ പോയിട്ടാണ് അവർ തൊഴിലെടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ അറബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമുദായത്തിൻ്റെയോ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ ഭാഷയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇന്ന് കണ്ണൂര് നമ്മുടെ MG യൂണിവേഴ്സിറ്റിയിലടക്കം റാങ്ക് ഹോൾഡറായ കുട്ടിയുടെ പേര് തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതല്ല എങ്കിൽ ഇന്ന് കേരളത്തിൽ 500-ലധികം അധ്യാപകര് മറ്റു മതവിഭാഗത്തിൽപ്പെട്ട അധ്യാപകരാണ് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പരിജ്ഞാനങ്ങൾ അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നത്. യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 2010 മുതലാണ് എല്ലാ വർഷവും ഡിസംബർ 18 അറബി ഭാഷാ ദിനമായി ആചരിച്ചു വരുന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് MM അബ്ദുൾ സലാമിന്റെ അധ്യക്ഷതയിൽ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ അറബിക് സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിച്ചു. പ്രതിജ്ഞയും വാർത്താ വായനയും അസംബ്ലി ഇൻസ്ട്രക്ഷൻ ഉൾപ്പെടെ മുഴുവൻ പ്രവർത്തനങ്ങളും അറബി ഭാഷയിലാണ് നടത്തിയത്. അറബി ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ അസ്ഹൂർ കയ്യെഴുത്ത് മാഗസിൻ വാർഡ് മെമ്പർ ഇബ്രാഹിമും PTA പ്രസിഡന്റ് അബ്ദുൾ സലാം എന്നിവർ ചേർന്ന് വിദ്യാർത്ഥികളിൽ നിന്നും ഏറ്റുവാങ്ങി പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ അബ്ദുൾ റഷീദ് അറബി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അറബി ദിനത്തിനെക്കുറിച്ചും കുട്ടികളുമായി സംവദിച്ചു. വടക്കാഞ്ചേരി ഉപജില്ലാ അറബി കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ കുട്ടികളെ അസംബ്ലിയിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. അടുത്തതായി സമ്മാനം നൽകുന്ന അറബി ദിനത്തോടനുബന്ധിച്ച് ഒരു കുട്ടി ഒരു ചാർട്ട് എന്ന പേരിൽ ചാർട്ട് ചലഞ്ചും അറബിക് പഠന പ്രദർശനവും എക്സിബിഷനും നടത്തി. ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. നെൽസൺ മണ്ടേല. മർഹബം ബിക്കും ഇല അഖ്ബാരിൽ മദ്രസത്ത് ALP തലശ്ശേരി. ഏവർക്കും വാർത്താ വായനയിലേക്ക് സ്വാഗതം. യൗമുൽ അർബിഅ 18 മിൻ ഷഹരി ഡിസംബർ. ഇന്ന് ഡിസംബർ 18 ബുധൻ. അന റിൻഷ ഫാത്തിമ മിൻ സോഫിയ റാബിഅ. വാർത്തകൾ വായിക്കുന്നത് 4ാം ക്ലാസ്സിൽ നിന്നും റിൻഷ ഫാത്തിമ. അഹമ്മുൽ അഖ്ബാർ. റൈറ്റ് വിഷൻ ന്യൂസ്, ദേശമംഗലം. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.